എൻ്റെ മോളെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. അവിടെ മട്ടന്നൂര്. പിന്നെ സ്കൂൾ കൂട്ടിയിട്ട് വന്നിട്ടേ ഇല്ല. എന്നാൽ 2 ദിവസം നിന്നിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് മഴ എന്ന് പറഞ്ഞാൽ കാറ്റും മഴയും. ഇത് ഞാൻ നട്ടിട്ട് പോയ ഓള് നട്ടതാണ്. എന്നാലും നട്ട് വെച്ചാൽ പോരല്ലോ. നല്ല പച്ചമുളകെല്ലാം ഉണ്ടായി, ഒരുപാട് പറിച്ചും പോലും. പക്ഷെ അതിനെപ്പറ്റിയൊന്നും നോക്കാൻ അറിയില്ലല്ലോ. ഇതെന്ത് ചെയ്യണമെന്നോ. നട്ടു കൊടുത്തു, കുറച്ച് വെണ്ണീരും ചാരവും വാരിയിട്ടു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ലേശം മണ്ണിടാലോ എന്ന് വെച്ചിട്ട് ഞാൻ ലേശം മണ്ണും തോലും വെച്ചാൽ നല്ല പച്ചമുളക് ഉണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് ഇവക്ക് വേണ്ടുന്ന ആവശ്യത്തിന് ഉണ്ടാകുന്ന പച്ചമുളക് പറിക്കാം. ഞാൻ അതിൻ്റെ മേലെല്ലാം ഉണ്ടായിട്ടുണ്ട്, കുറേ പറിച്ചും പോലും. പക്ഷേ കുരുട് പിടിച്ചിന്. ഈ മഴേൻ്റെ ഇതുകൊണ്ടാന്ന് തോന്നുന്നു കുരുട് പിടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ എന്നതിന് പറയാം. ലേശം കഞ്ഞിവെള്ളം ആക്കിയിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വയ്യ ഒഴിക്കണം. എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ലേശം തോലും വളവും എല്ലാം ഇട്ടിട്ട് മണ്ണിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേന കണ്ട നല്ല ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ചേന കണ്ടതാ. ഇങ്ങനെ വിരിഞ്ഞ് ഇതിന് ഈ മാസം കഴിഞ്ഞ് കർക്കിടക മാസാകുമ്പോൾ ഇതിൻ്റെ തണ്ട് അരിഞ്ഞാൽ നല്ല കറി വെക്കാം. പുളിങ്കറി വെക്കാം, ഓലം വെക്കാം. അതിനെല്ലാം ലേശം മണ്ണ് കോരിയിട്ടാൽ തേച്ചും. ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ലല്ലോ. ഇതിന് എന്ത് വേണോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അവിടെ കൊണ്ടച്ച് മാത്രം, വേറെ ഒന്നും അറിയില്ല എൻ്റെ മക്കൾക്ക്. ഇതെല്ലാം നല്ല കരിവേപ്പില ഇങ്ങനെ ചെറുങ്ങനെ നട്ട് വെച്ചിന്, നല്ല ഉഷാറായിന് കേട്ടോ. നല്ല ഞാനിപ്പം വന്നത് ആ തോല് വെച്ച് ചുറ്റും ചേരി വെച്ചു. എന്നാൽ മണ്ണ് ഏടിയും പോകില്ലല്ലോ. ഇനി ഇതിങ്ങനെ കളച്ചിട്ട് മണ്ണും ആക്കി വെച്ചാൽ അവരൊക്കെ ഈ എന്ന് വെച്ചാൽ കൊതുക് കടിക്കൂലേ. അതുകൊണ്ട് ഇങ്ങനെ ആത്ത് കുടച്ചത് തിന്നാനല്ലാണ്ട് മറ്റേ വളപ്പിക്ക് കഴിഞ്ഞിട്ട് ആക്കാൻ അറിയില്ലല്ലോ അവർക്ക്. ഇനി ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് ഇടിയും കണ്ട നല്ലൊരു കരിവേപ്പിലേൻ്റെ തൈ കണ്ട. ഇവിടെ കപ്പത്തൈയുണ്ട്. നല്ല സ്ഥലമാണ്. ഇതിനെന്നാ കുറച്ച് മണ്ണും കൂടി നേരിട്ടാൽ എല്ലാം നട്ടു കൊടുത്തിന്. ഇവിടെ ഒരു മറ്റേ നമ്മളെ ചതുരപ്പയറില്ലേ, ആ ഏണുള്ള നല്ല അതിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. എല്ലാം സഞ്ചരിപ്പം എന്താ ഞാനായിപ്പം തോലെല്ലാം പറിച്ച് നിറച്ച് മണ്ണെല്ലാം ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കണം. അത്ര ഇതിനുള്ളൊരു പന്തലിട്ട് കൊടുത്താൽ ഇവരെ ആവശ്യത്തിന് വേണ്ടുന്നത് കിട്ടും. പീടികയിൽ നിന്ന് വളവും ഇട്ടത് മേടിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ. അതിലൊരു മേലൊരു കപ്പ നട്ടിനെ. ആ കപ്പ പൊരിച്ചിട്ടില്ല, പൊരിച്ച് നോക്കണം ഉണ്ടാവുമെന്നൊക്കെ. അപ്പോൾ ലേശം മഴ നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. നട്ടു കൊടുത്തിട്ട് കാര്യമില്ല. അതിനെല്ലാം വളമിടാൻ തന്നെ മണ്ണിടാഞ്ഞാൽ പിന്നെ തേച്ച് ഇതാവില്ലേ. ചന്ദ്രേട്ടനും ഉണ്ട് കേട്ടോ. പക്ഷെങ്കിൽ കൊത്താൻ കഴിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനെല്ലാം പണിയെടുത്തോളൂ. പണ്ടെല്ലാണെങ്കിൽ എല്ലാം നട്ടിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ടെല്ലാം ചെയ്തോളൂ. പക്ഷെ ഇപ്പോൾ ഒന്നും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കും കഴിയുന്നില്ല. എന്നാലും അവരെ പോലെയല്ലല്ലോ ഞാൻ. അവർക്ക് ഈ ശ്വാസം മുട്ടലിൻ്റെ ഇതുകൊണ്ട് ഒന്നും കൊത്താൻ കഴിയില്ല. വെള്ളം കുടിച്ചിട്ട് ചൂടുവെള്ളം. അമ്മമ്മ പോയാ വേഗം കൈക്കോട്ട് എടുക്കാം, ഇല്ലെങ്കിൽ അമ്മമ്മ തരില്ല.
ഈ എൻ്റെ മോൻ കൊത്തുന്നുണ്ടാ ഇങ്ങോട്ടാ കൈക്കോട്ടിങ്ങോണ്ടാ അന്ന് കാലിനെങ്ങാനും കൊത്തിപ്പോ സ്കൂൾ തുറക്കാനായതല്ലേ എല്ലാം പഠിക്കണം മോനെ ഇവരെ പൊരിയായിപ്പോറും എല്ലാം എൻ്റെ മോൻ കൊത്തിനല്ലേ കാലിനെങ്ങാനും കൊത്തിപ്പോണെങ്കിൽ പുഴുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടാ കരിവേപ്പില തേച്ച് തിന്നിട്ട് കണ്ടാ പുഴു കണ്ടാ പരതിയിട്ടൊന്നും കാണുന്നില്ല ഞാൻ വെച്ച് ഇതൊരു തൂവലാണെന്ന് പക്ഷെ തൂവലല്ല കേട്ടാ ഇതൊരു പുഴുവാണ് നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർ അടിയിലൊരു കമൻറ്റ് ചെയ്യാണ് കേട്ടോ ഓക്കെ നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഫോൺ നോക്കിയിട്ട് നീ എന്നാ എടുക്കുന്നേ ഓർത്ത് നോക്കട്ടില്ലേ ഫോണ് ഇതിൻ്റെ അകത്ത് നെറ്റ് തേച്ച് തീർത്തു അല്ലേ നീ എന്നാ എടുക്കുന്നേ അപ്പുറമെല്ലാം പോയി നോക്കട്ടെ ആ കരിവേപ്പിലൊക്കെ മണ്ണിട്ടും പച്ചമുളകിന് മണ്ണിട്ടും നിങ്ങൾ ഈ ശ്വാസം മുട്ടലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കൂലേ ഇന്ന് അത് പെണ്ണുങ്ങളുടെ പണിയാണ് അപ്പൊ ആണുങ്ങൾക്ക് പിന്നെ എന്താ പണി അങ്ങനെ പണി എന്നല്ലേ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാത്തവരാണേ ദിവസം ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ